തുമ്പിട്ട് കിടന്നപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ. എന്നാലും എനിക്കൊന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ തുമ്പ് കുറച്ചും കൂടി കയറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചുറ്റി വരുന്നിടം വരേക്കും ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്തായാലും സാരി ഈസ് സോ ബ്യൂട്ടിഫുൾ. നമുക്ക് ഒരുപാട് ഈ ഒരു കോമ്പിനേഷൻ ആക്ച്വലി നമ്മൾ ടസേഴ്സിൻ്റെ അകത്ത് എപ്പോഴും കാണുന്ന ഒരു ലുക്കാണ്. അതിൻ്റെ ഒരുപാട് പേർക്ക് ഇഷ്ടവുമാണ്. ആൻഡ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ടസറിൻ്റെ സെമി ടസറാണ്. അത് ടസർ കണ്ടൻറ്റ് വരുന്നില്ല. ആ ഒരു ലുക്ക് ഫിനിഷ് വഴി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇതിനകത്ത് കുറച്ചധികം കളർ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് മോവിൻ്റെ കോമ്പിനേഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനൊന്ന് അത് മാത്രമായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബേജിൻ്റെ അകത്ത് ഒരു ഗ്രാജുവലായിട്ട് വന്നിരിക്കുന്ന ഒരു ബോർഡർ ഇതാണ്. അപ്പോൾ അവിടോട്ട് ബേജ് നമ്മുടെ ടസറിൻ്റെ അൺഡൈഡ് ആയിട്ടുള്ള ഒരു കളറിൻ്റെ ആ ഒരു ഷെയ്ഡിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ എംബ്രോയിഡറി പാറ്റേൺ നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുൾ ഹണികോം ലുക്കിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. കുറച്ചൊരു റഫർ എഡ്ജിൻ്റെ അകത്ത് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ആ ഒരു മെറ്റീരിയൽ ടസർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രോട്ടീൻ ബേസ്ഡ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ബ്ലെൻഡഡ് ആകുമ്പോഴത്തേക്കും നമ്മളത് ബോറിങ് ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ ബേൺ ഔട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു കട്ട് ഔട്ട് പാറ്റേൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു റഫർ എഡ്ജായിട്ട് വരും. അത് അങ്ങനെ വരത്തുള്ളൂ. എൻ്റെ ഇത് പവർലൂമിലും നമ്മളിത് മാക്സിമം ബഡ്ജറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 399 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പല നമ്മളെ ക്വാളിറ്റിയിൽ നമ്മൾ പറയും. ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ക്വാളിറ്റി നല്ലതാണ്, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ തന്നെയാണ് കേട്ടോ. അതിൻ്റേതായ ക്യാരക്ടറൊക്കെ നമ്മൾ അതിനകത്ത് മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ആൻഡ് ഇതിനകത്ത് പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസാണ് വെയർ ചെയ്തിരിക്കുന്നത്. ഫ്ലോറൽ ഡിസൈനാണ് എൻ്റെ പ്രിൻറ്റിൽ വരുന്നത്. എല്ലാം സബ്ലിമേഷൻ പ്രിൻറ്റിൽ തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കളർ ബ്ലീഡിങ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ആക്ച്വലി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വീട്ടിൽ ഡിപ്പ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാമെന്നുള്ള ഈ പോർഷൻസ് ഒക്കെ ഡെലിക്കേറ്റ് ആയിട്ട് ചെയ്യുന്നുള്ളത്. മെഷീൻ വാഷ് ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഈ കട്ട് വർക്ക് പാറ്റേൺസ് ഒക്കെ വരുന്ന കാരണം ഇപ്പോൾ വൺ ലെയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ നല്ല ഭംഗിയുള്ള സാരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ആക്ച്വലി പിന്നൂരിപ്പോയി. അതുകൊണ്ട് ഞാൻ 1 ലെയറും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് ദി ലുക്ക്. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഉടുക്കാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആണ്. വെയിറ്റ് ഒന്നും അധികം ഇല്ല. നമ്മളുടെ വെയ്റ്റ്ലെസ് ടസേഴ്സ് വരത്തില്ല, അതിനോട് ക്ലോസർ ആയിട്ടുള്ള ഒരു വെയിറ്റാണ് ഇതിന് വരുന്നത്. ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ടസേഴ്സിൻ്റെ അത്ര വെയ്റ്റ്ലെസ് ആണോ എന്ന്. കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാക്ട്ലി സെയിം അല്ല, ഫാബ്രിക്കിനൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് ദെയർ ആണ്. പക്ഷേ ഈ ഒരു പ്രൈസിന് ആക്ച്വലി വേർത്താണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ 399 റേഞ്ചിൽ കട്ട് വർക്ക് സാരി ഇൻ സെമി ടസർ ആൻഡ് RP471 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ദേശി ടെസർ ഫാബ്രിക്കിനകത്ത് വീവിങ് പാറ്റേൺസ്, അതും യുണീക്കായിട്ട് നിൽക്കുന്ന ഈ ഒരു ടൈം ഫ്രെയിമിൽ, അതായത് നമ്മുടെ സീസണൽ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഫെസ്റ്റീവ്സ് ടൈം ഫ്രെയിമിൽ വെയർ ചെയ്യാൻ പറ്റുന്ന 3 കളേഴ്സാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം ഒരു നൈറ്റ് ഫംഗ്ഷന് പോകാനാണെങ്കിൽ മെറ്റാലിക് ബ്ലൂ കളർ, ബ്ലൂയിഷ് ഗ്രേ കളർ. ഒരു ഡേ ലൈറ്റ് ഫംഗ്ഷന് പോകാനാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ ഓറഞ്ച് കളർ, ഗോൾഡൻ യെല്ലോ കളർ. ആൻഡ് സട്ടിൽ ആൻഡ് എലിഗൻറ്റ് ലുക്ക്, കേരള തീം അല്ലെങ്കിൽ ഒരു സട്ടിൽ ലുക്ക്, കേരള തീമിൽ നിന്ന് ഒരു ഡിഫറൻസ്, ക്രീം ആൻഡ് ഗോൾഡൻ. അപ്പം ഈ 3 സാരിയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചും കോഡും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ കേരള തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാരിയാണ്. സാരി കാണുമ്പോഴേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്നതാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും എന്നാൽ ഫിസിക്കിൽ എങ്ങനെയുള്ളവർക്കും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ബ്യൂട്ടിഫുൾ സാരി. ഈ സാരിയിൽ ടെസറാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഈ സാരിയിൽ അപ്പർ പോർഷനിൽ പ്ലെയിൻ ആയിട്ടും അപ്പർ പോർഷനിൽ ബോർഡർ ലൈൻസ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അപ്പർ പോർഷനിൽ ബോർഡർ ലൈൻസ് വന്നിട്ടുണ്ട്. അത് ഇച്ചിരി വീതിയുള്ളതാണ്, എന്നാൽ സട്ടിലായിട്ട് നിൽക്കുന്ന ബോർഡേഴ്സാണ്. ആൻഡ് ലോവറിൽ വന്നിരിക്കുന്നത് ചെറിയ ബോർഡർ ഡീറ്റെയിലിങ്ങുമാണ്. ഇപ്പം ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ, ചിലപ്പോൾ ഇത് തിരിഞ്ഞായിരിക്കും വരുന്നത്. ഈ സാരീസൊക്കെ ഉണ്ടല്ലോ, ദേശി ടെസർ സാരീസ് എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഹാൻഡ്ലൂമിൽ വന്നിരിക്കുന്ന സാരീസ് ആയത് കാരണം അപ്പർ പോർഷനിൽ ചെറിയ ബോർഡറും ലോവർ പോർഷനിൽ വീതി കൂടിയ ബോർഡറുമാണ് കേട്ടോ. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതിങ്ങനെയാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ലൈൻ വീവിങ് പാറ്റേണിനകത്ത് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ സാരി. ഒരു മസ്റ്റ് ബൈ സാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നും ഏത് ഒക്കേഷനും സ്റ്റൈലിംഗ് ലുക്കിൽ സ്റ്റൈൽ ചെയ്ത് വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ ഗീച്ച ടെസർ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിന് പ്രൈസ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഫോർ 8,299.
SK341 എന്ന കോഡിൽ 8,299 പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ആൻഡ് ത്രൂ ഔട്ട് ദ സാരിയിൽ ഇത് ഇതുപോലെ തന്നെ വരും. എന്താ പ്ലീറ്റ്സിൻ്റെ പോർഷൻ ഇങ്ങനെ വരും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് അല്ലേ, ഞാനും നിങ്ങളെപ്പോലെ ഈഗർലി വെയിറ്റിംഗ് ആയിട്ടുള്ള ബ്ലൗസ് വന്നിരിക്കുന്നത് ഫുള്ളായിട്ട് വെർട്ടിക്കൽ ലൈൻ പാറ്റേൺസിലാണ്. അപ്പം ഡിഫറെൻറ്റ് ലുക്ക് ഓണത്തിന് വെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാർഡ്രോബ് കളക്ഷനിലോട്ട് ആഗ്രഹമുണ്ടെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ദേശി ടെസറിനകത്ത് ഗീച്ച വീവിങ് പല്ലു പാറ്റേണിനകത്ത് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരി അറ്റ് 8,299. ഫസ്റ്റ് സാരി. ഇനി നമ്മുടെ സെക്കൻഡ് സാരി കാണാം. സെക്കൻഡ് സാരി വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐശ്വര്യത്തിൻ്റെ നിറമായ യെല്ലോയിലാണ്. ഇതേ സെയിം സാരി തന്നെ നമ്മൾ കളർ ചെയ്ത് വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡിലാണ്. എന്താ യെല്ലോയും ഗോൾഡൻ ബേജും കൂടെ ഉള്ള കോമ്പിനേഷൻ. സാരി ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ. ഡിഫറെൻറ്റ് പാറ്റേൺ. ആൻഡ് പല്ലു ഗീച്ച ഫിനിഷ്ഡ് പല്ലു, കുഞ്ഞ് സ്ട്രൈപ്പ് വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന ബ്ലൗസ്. ഇതിലൊക്കെ ഒരു ഡിഫറൻസ് വേണം, എന്തെങ്കിലും ഒരു സ്റ്റൈലിംഗ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡിസൈനർ യൂണിറ്റിൽ വിസിറ്റ് ചെയ്യുക. ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലത്ത് ശങ്കർ റോഡ് എടപ്പഴിഞ്ഞിലോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ പുതിയതായിട്ട് 24th ഇനാഗ്രേറ്റ് ചെയ്ത നമ്മുടെ സ്റ്റോർ വരുന്നത്. അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് ഈ സാരി പിക്ക് ചെയ്യുക. ദെൻ സെക്കൻഡ് ഫ്ലോറിൽ കയറിയിട്ട് ഇതിന് ഡിസൈൻ സെറ്റ് ചെയ്യുക. അതിനകത്ത് ചെറിയ ചെറിയ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. അതായത് ഇപ്പം ഇവിടെ ഒരു സാരി ഉണ്ട്, ഇപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറിയുടെ ജാൽ പാറ്റേൺസ് ആ ലൈനിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ, ഇച്ചിരി കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള റെഡ് വേണമെങ്കിൽ റെഡും ഗ്രീനും ഒക്കെ ഉള്ള കോമ്പിനേഷൻ, റെഡും ഒലിവ് ഗ്രീനും പിങ്കും കൂടെ ഒക്കെ ഉള്ളൊരു കോമ്പിനേഷനൊക്കെ ചെയ്തെടുത്താലും ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ. ആൻഡ് അടുത്ത സാരി വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം മോർണിംഗ് ഫംഗ്ഷൻ, അമ്പലത്തിലെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലസൻറ്റ് കളറിൽ പോയി ഉച്ചയ്ക്ക് കല്യാണത്തിൻ്റെ സമയത്ത് നല്ല ബ്രൈറ്റ് ലുക്ക്. ആൻഡ് ഈവനിങ് ഉള്ള ഫംഗ്ഷന് ദേ അടുത്തൊരു ഡിഫറെൻറ്റ് ലുക്ക്. അതും ഇതേ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ആ ഒരു ലൈൻ പാറ്റേണിൽ നിന്നും ഇച്ചിരി ഒരു ഡിഫറൻസ്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടോ. മെറ്റാലിക് ബ്ലൂയിഷ് ഗ്രേ കളറിനകത്ത് റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു വീവിങ് ഡിസൈൻ. ആൻഡ് അതിനകത്ത് ഉണ്ടോ ഗീച്ച പല്ലു ആണ്. അതിനകത്ത് ആ വീവിങ് സ്റ്റാപ്പ് ഇടയ്ക്കിടയ്ക്ക് കണ്ടോ ആ ഒരു സർക്കുലർ പോൾക്ക പാറ്റേൺ. ഇതൊന്ന് ക്ലോസറിൽ കാണിച്ചു വേണം കേട്ടോടാ. പോൾക്ക വീവിങ് പാറ്റേൺസ് അതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ റോങ് സൈഡാണേ, അല്ല അത് തന്നെയാണ് റൈറ്റ് സൈഡ്. അതെ, ഇതെൻ്റെ റോങ് സൈഡാണ്. അതായത് വീവിങ് ഹാൻഡ് വോവൺ ആയത് കാരണം ഉണ്ടല്ലോ നമുക്ക് റോങ് സൈഡും റൈറ്റ് സൈഡും കറക്റ്റായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ തന്നെ പാടായിട്ടായിരിക്കുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ഇപ്പോൾ ഇത് സട്ടിലായി പോയില്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു മൂൺ സ്റ്റോണിൻ്റെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത് ദേ ഇങ്ങനെയാണ് കണ്ടോ. ഈ മൂന്നും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും വിസിറ്റ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റ് www.aham.store. അതുപോലെ തന്നെ ലൂംസ് ഓഫ് ലക്ഷറിയുടെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. പ്യുവർ വീവിങ് പാറ്റേണിൽ ഏറ്റവും ഫൈനായിട്ട് വരുന്ന ഒരു യാണാണ് ടിഷ്യൂ യാൺസ്. ടിഷ്യൂ യാണിനകത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഈ ഒരു സാരിയിൽ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടിഷ്യൂ വീവിങ് പാറ്റേണിനകത്ത് ബാസ്ക്കറ്റ് വീവിങ്ങിനകത്ത് കുഞ്ഞു കുഞ്ഞു സീക്വൻസസും കൊടുത്തിട്ടുണ്ട്. അതും മെറ്റൽ പീത്തൽ എന്നാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും 4 പെറ്റൽ പാറ്റേണിലാണ് അതിൻ്റെ സീക്വൻസസ് വന്നിട്ടുള്ളത്. ഹാൻഡ് വോവൺ സാരി ആയത് കാരണം തന്നെ എഡ്ജ് പോർഷനിൽ ഒരു ഫൈനായിട്ടുള്ള ബ്ലാക്ക് ലൈനിൻ്റെ വീവിങ് ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതിന് വീവേഴ്സ് വിളിക്കുന്നുണ്ടല്ലോ പൈപ്പിംഗ് ബോർഡർ എന്നാണ്. അതായത് പൈപ്പിംഗ് പോലെ അല്ലെങ്കിൽ കര പോലെ ചെറുതായിട്ട് നിൽക്കുന്ന വീവിങ് ബോർഡേഴ്സ്. ഇതിൻ്റെ കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. സിൽവർ ടിഷ്യൂവിൻ്റെയും ആ ഒരു ഗ്രീൻ യാൺസിൻ്റെയും കോമ്പിനേഷൻ. ബോഡിയിൽ വന്നിരിക്കുന്നത് ഗോൾഡൻ ടിഷ്യൂവിൻ്റെയും ഗ്രീൻ യാൺസിൻ്റെയും കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ സാരിയും ബോർഡറും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ നമുക്ക് കറക്റ്റായിട്ട് കാണാം. എപ്പോഴും ഈ ടിഷ്യൂ സാരീസ് വെയർ ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഒരു കൺസേൺ ആണ് 1 ലെയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നായിരിക്കുമോ എന്നുള്ളത്.
അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു സാരിയിൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറിയിൽ ഫൈനായിട്ടുള്ള നമ്മുടെ ചല്ല ഫ്ലവേഴ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഒരു ഒക്കേഷന് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് ഒരു സാരി നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഇന്നത്തെ ഈ ഒരു സാരി. ത്രൂ ഔട്ട് ദ സാരിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ കളേഴ്സിൻ്റെയും കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ടാസിൽസുമാണ് ഈ സാരിയുടെ പല്ലുവിൽ കൊടുത്തിരിക്കുന്നത്. ടിഷ്യൂ ലൈൻസിൽ ബ്യൂട്ടിഫുള്ളായിട്ട് വീവ് ചെയ്തെടുത്തിരിക്കുന്ന ആണ് ഇതിൻ്റെ പല്ലു വന്നേക്കുന്നത്. കോമ്പിനേഷൻ ടിഷ്യൂലായത് കാരണം തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് ഇച്ചിരി ഒരു കനം ഈ സാരിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കണ്ടോ, ഏറ്റവും ഭംഗിയായിട്ടുള്ള വീവിങ് ലൈൻസിൽ തന്നെയാണ്. ബോഡിയിൽ പ്ലെയിനായിട്ട് ടിഷ്യൂ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ബോർഡേഴ്സിൽ വരുമ്പോൾ ആ ലൈൻസ്, ആ ഒരു ഖടക് വീവിങ് ടൈറ്റായിട്ട് കൊടുത്തുകൊണ്ട് ലൈൻ വീവിങ് കൊടുത്തിട്ട് അതിനെ ഭംഗിയാക്കിയിട്ടുണ്ട്. സെയിം കളറിലുള്ള ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. കൈക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടുന്നവരൊക്കെയാണ്, അല്ലെങ്കിൽ കൈക്ക് ലൈനിങ് വേണ്ടാന്നുണ്ടെങ്കിലും നല്ലതാണ്. പക്ഷേ ഉറപ്പായിട്ടും ആംപിറ്റ് പാഡ് യൂസ് ചെയ്ത് തന്നെ ഇതിൻ്റെ ബ്ലൗസ് വെയർ ചെയ്യണം. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഉറപ്പായിട്ടും അത് കാറ്റ് കൊള്ളിച്ച് തന്നെ വെക്കണം. പ്യുവർ ടിഷ്യൂ ആയത് കാരണം അതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ പ്രത്യേകം കെയർ എടുത്ത് ചെയ്യേണ്ടതാണ്. ഇതാണ് സാരി വൺ ലെയർ ഇടുമ്പോൾ വരുന്ന ലുക്ക്. ഇച്ചിരി തിന്നാണെങ്കിലും ആ ഒരു ക്ലാസി ഡിഫറെൻറ്റ് ലുക്ക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു സാരി ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ലുക്കും കൂടെ നമുക്ക് കാണാം. പ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്ലീറ്റ്സ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ കാണാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വളരെയധികം ആകാംക്ഷ ഉണ്ടാകും എന്നുള്ളതും അറിയാം. പ്ലീറ്റ്സൊക്കെ വളരെ കംഫോർട്ടബിളായിട്ട് വരും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ ഫാബ്രിക്കിനകത്ത് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത് കാരണം തന്നെ പ്ലീറ്റ്സിന് പ്രത്യേകമായ ഫോള് തന്നെ നമുക്കിതിന് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാനിന്ന് എഴുന്നേറ്റ് നിന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ത്രൂ ഔട്ട് ദ സാരി വരുന്നത്. പ്ലീറ്റ്സിൻ്റെ പോർഷൻ ആണെങ്കിലും വൺ ലെയർ ഇട്ട് കൊടുക്കുന്നവർക്കാണെങ്കിലും ആ ബ്ലൗസ് പീസിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിയുമ്പോഴും ഈ സാരി നല്ലൊരു എലിഗൻറ്റ് പീസായിട്ട് നമുക്ക് വാർഡ്രോബിൽ സൂക്ഷിക്കാവുന്നതാണ്. യുണീക്ക് ലുക്സും വെറൈറ്റീസും നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇന്നത്തെ ഈ ഒരു സാരി. ബ്യൂട്ടിഫുള്ളായിട്ട് പ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഈ സാരിയുടെ കോഡ് വന്നിരിക്കുന്നത് RGD 280 ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 14,999 ആണ്. ഇതാണ് ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. ഇതെല്ലാം സിംഗിൾ പീസസിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്.